സ്നേഹമുള്ളവരെ നമസ്കാരം. വഴിയുടെ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഒരു ചൈനീസ് പഴമൊഴിയില്ലേ, പലതുള്ളി പെരുവെള്ളം, അത് ഇംഗ്ലീഷിലാണ്. പലതുള്ളി പെരുവെള്ളം. മെനി എ ലിറ്റിൽ മേക്സ് എ മിക്കിൾ. അവരിൽ ചിലർക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവരിൽ ചിലർക്ക്, സം ഓഫ് ദം എന്ന് പറയും. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് പറയൂ, അതെങ്ങനെയാ? വാട്ട് ഈസ് യുവർ പ്ലാൻസ്? ഞങ്ങൾ നേരത്തെ ഉണർന്നു, അതെങ്ങനെയാ? വി റോസ് ഏർലി ഇൻ ദ മോർണിംഗ്. റോസ് എന്ന് പറഞ്ഞാൽ റൈസിന്റെ പാസ്റ്റൻസ് ആണ്. റൈസ് ഉണരുക, റോസ് ഉണർന്നു. വി റൈസ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ ഒഴികെ നിന്നെ ആരും സഹായിക്കില്ല, അതെങ്ങനെ? Nobody will help you. Nobody will help you but me. ആള് കൂടിയാൽ ഒരു പണിയും നന്നാവില്ല, അതെങ്ങനെ? അത് പഴമൊഴിയല്ലേ. ആള് കൂടിയാൽ ആള് കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയും. പാചകം ചെയ്യുന്നു അങ്ങനെ തന്നെ. കുറെ ആള് കൂടി പാചകം ചെയ്താൽ ആ പാചകം മോശമായി പോകും. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പാണ്. ടു മെനി കുക്സ് സ്പോയിൽ ദി ബ്രോത്ത്. എക്സ്പേർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പല ആളുകളും അത് തെറ്റിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ വിദ്യാഭ്യാസം കുറഞ്ഞു പോയ ആളുകൾ, അതുപോലെ തന്നെ പുതിയ വളരുന്ന കുട്ടികളും തെറ്റിക്കുന്ന ഒരു വാക്കാണത്. ഞാൻ അതിൽ എക്സ്പോർട്ട് ആണ് എന്ന് പറയും. തെറ്റാണ്. ഞാൻ അതിൽ എക്സ്പെർട്ട് ആണ് എന്നാണ് പറയുന്നത്. EXPERT, എക്സ്പെർട്ട്, വിദഗ്ധൻ, നൈപുണ്യം, നിപുണൻ എന്നർത്ഥം. അതേ അവസരത്തിൽ എക്സ്പോർട്ട്, EXPORT, എക്സ്പോർട്ട്, കയറ്റുമതി എന്നാണ് അർത്ഥം. കയറ്റുമതിക്കാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആളുകൾ തെറ്റിക്കുന്ന ഒരു വാക്കുണ്ട്, പെട്രോളും പട്രോളും. പോലീസിന്റെ നൈറ്റ് പെട്രോൾ ഒന്നും ഇപ്പൊ ഇല്ല എന്ന് പറയും. തെറ്റാണ്. പോലീസിന്റെ നൈറ്റ് പെട്രോൾ അല്ല, പോലീസിന്റെ നൈറ്റ് പട്രോൾ ആണ്. PATROL. മറ്റേത് പെട്രോൾ, ഇന്ധനം. പെട്രോളും പട്രോളും. പട്രോൾ റോന്ത് ചുറ്റുക, പെട്രോൾ ഇന്ധനം. മനസ്സിലായോ? പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു ബന്ധുക്കൾ ചോദിക്കുമ്പോ ഇംഗ്ലീഷിൽ എങ്ങനെയാ മറുപടി പറയാ? അതായത് പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിച്ചാൽ, സാധാരണഗതിയിൽ ബന്ധുക്കൾ ചോദിക്കുമ്പോൾ നമ്മള് നാടൻ ഭാഷയിൽ അറബിലൊരു വാക്ക് വരില്ലേ, ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പോകുന്നു അല്ലെ, അതിന് ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പോകുന്നു എന്നുള്ളതിന് ഗോയിങ് കൺസേൺ എന്നൊരു വാക്ക് ഉപയോഗിക്കാം. ഗോയിങ് കൺസേൺ, അത് ഇഡിയംസ് കേട്ടോ, ഇഡിയമാണ്. ഗോയിങ് കൺസേൺ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഗോയിങ് കൺസേൺ. ഈശ്വരാനുഗ്രഹത്താൽ, ഗോയിങ് കൺസേൺ ബൈ ഗോഡ് ഗ്രേസ്. പറയും, ഗോയിങ് കൺസേൺ ബൈ ഗോഡ് ഗ്രേസ്. ഗോയിങ് കൺസേൺ ബൈ ഗോഡ്സ് ഗ്രേസ് കേട്ടോ. ഗോയിങ് കൺസേൺ ബൈ ഗോഡ്സ് ഗ്രേസ്. പിന്നെ അത് ഉണ്ട്. അത് ആളുകൾക്ക് എല്ലാവർക്കും തെറ്റിക്കുന്ന ഒരുപാട് ആളുകൾ, പഠിപ്പുള്ളവർ വരെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരെ ഞാൻ ആ വാക്ക് കേട്ടിട്ടുണ്ട്. വളരെ തെറ്റിക്കുന്ന ഒരു വാക്കാണ്. കൺഫേം വേറെ, കൺഫേം വേറെ. കൺഫേം, CONFIRM, കൺഫേം എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, ദൃഢീകരിക്കുക. ടിക്കറ്റ് കൺഫേം ആക്കുക എന്നാണ് പറയുന്നത്. ചിലർ തെറ്റിച്ചിട്ട് ടിക്കറ്റ് കൺഫേം ആക്കുക എന്ന് പറയും. തെറ്റാണ്. കൺഫേം എന്ന് പറഞ്ഞാൽ യോജിച്ചു പോവുക എന്നാണ് അർത്ഥം. കൺഫേം ആണ്, FIRM, CONFIRM, കൺഫേം, ഉറപ്പിക്കുക. അതേമാതിരി തെറ്റിക്കുന്ന ഒന്നാണ് ഫ്ലോർ, ഫ്ലോർ, ഫ്ലവർ. FLOWER, ഫ്ലവർ, പൂവ്, അറിയില്ലേ? പക്ഷെ ചിലരൊക്കെ ഫ്ലവർ മിൽ എന്ന് എഴുതി വെക്കാറുണ്ട്. നാട്ടുമ്പുറങ്ങളൊക്കെ പോയാൽ നമുക്ക് ചിരിക്കാനൊരു വക വരും. പൂക്കൾ പിടിക്കുന്ന മില്ലാന്ന് തോന്നും. ഫ്ലവർ മില്ലല്ല, ഫ്ലോർ മില്ലാണ്. അതിന് വ്യത്യാസം FLOUR, ധാന്യം, മാവ് എന്നാണ് അർത്ഥം. FLOUR. മറ്റേത് വേറൊരു ഫ്ലോർ ഉണ്ട്, അറിയില്ലേ? നമ്മള് ഹോസ്പിറ്റലൊക്കെ പോയാൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ആ ഫ്ലോറിന്റെ സ്പെല്ലിംഗ് എന്താ പറയാ? FLOOR, ഫ്ലോർ, നിലം, നിലം. അതാണ് ഇത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. പിന്നെ മറ്റു ഇതേമാതിരി ആളുകൾ തെറ്റിക്കുന്ന ഒരു കോമൺ മിസ്റ്റേക്കിൽ എനിക്ക് ഓർമ്മ വരുന്ന റെസീപ്റ്റ് ആണ്. അത് റെസിപ്റ്റ് എന്ന് സ്റ്റൈലാക്കി പറഞ്ഞ ആൾക്കാരുടെ തെറ്റാണ്. അതിലൊരു പി ഉണ്ട്, സംഗതി ശരിയാണ്, പക്ഷെ ആ പി സൈലന്റ് ആണ്. റെസിപ്റ്റ് എന്ന വാക്കിൽ RACEIPT, പി സൈലന്റ് ആണ്. അതുകൊണ്ട് റെസീറ്റ് എന്നേ പറയാൻ പാടുള്ളൂ. റെസീറ്റ്, എനിക്ക് റെസീറ്റ് കിട്ടിയില്ല, അത്ര മാത്രം പറഞ്ഞാൽ അതാണ് അതിന്റെ വിഷയം. ഈസി കം ഈസി ഗോ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈസി കം ഈസി ഗോ, അതൊരു പഴമൊഴിയാണ്. അതായത് പെട്ടെന്ന് കയ്യിൽ വരുന്നത് പെട്ടെന്ന് തന്നെ പോകും. 1 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കിട്ടി, വീണ് കിട്ടിയിട്ട് സങ്കല്പിക്കാം.
അത് പെട്ടെന്ന് അന്ന് തന്നെ തീർക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് തീർക്കും, 2 ദിവസം കൊണ്ട് അത് തീരും. അതേ ദിവസത്തിൽ അധ്വാനിച്ചിട്ടാണ് 1,00,000 രൂപ ഉണ്ടാക്കുന്നെങ്കിലോ അയാൾ അത് എങ്ങനെയെങ്കിലും FD ഇടാനോ കരുതലായിട്ട് അതിൻ്റെതായ ഭംഗിയിൽ സൂക്ഷിക്കും. പെട്ടെന്ന് വരുന്ന സംഗതി നമ്മുടെ കയ്യിൽ പെട്ടെന്ന് എത്തിപ്പെടുന്നത് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഡിറ്റീരിയോറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വഷളാവുക, സംഗതി വഷളാവുക. മാല പിടിച്ചു പറി, ഈ ചെയിൻ പിടിച്ചു, മാല പിടിച്ചു പറിക്കുന്നില്ലേ ചെയിൻ. ചൂതുകളിക്ക് ആൾക്കാരില്ലേ, ചൂതാട്ടം.